നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്ന് കാണാൻ പോകുന്നത് വളരെ ത്വാത്വികവും എന്നാൽ ചിന്താദ്വീപകവുമായ ഒരു കവിതയാണ്. നമ്മളെല്ലാവരും എല്ലാ ദിവസവും കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിൽക്കാറുണ്ട്, മുടി ചീകാനും വസ്ത്രം ശരിയാക്കാനും നമ്മുടെ രൂപം നോക്കിക്കാണാനും ആസ്വദിക്കാനും ഒക്കെ ആയിട്ട്. പക്ഷേ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? ആ കണ്ണാടി നമ്മളെ വെറും പുറം രൂപം മാത്രമാണോ കാണിക്കുന്നത്, അതോ നമ്മുടെ യഥാർത്ഥ സത്യവും അത് കാണിക്കുന്നുണ്ടോ? കണ്ണാടി ഒരിക്കലും കള്ളം പറയാറില്ല. നമ്മൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ആണെങ്കിൽ പോലും അത് മറച്ചു വയ്ക്കുന്നില്ല ഒരിക്കലും. നമ്മുടെ യൗവനം നഷ്ടമായാലും മുഖത്ത് ചുളിവുകൾ വന്നാലും സമയം കടന്നു പോകുന്ന സത്യം അത് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ കണ്ണാടി നമുക്ക് ചിലപ്പോൾ നൽകുന്നത് സന്തോഷമായിരിക്കും, മറ്റു ചിലപ്പോൾ വേദനയും. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന സിൽവിയ പ്ലാത്ത് എഴുതിയ മിറർ എന്ന കവിതയിൽ ഒരു സാധാരണ കണ്ണാടിയെ മനുഷ്യ മനസ്സിൻ്റെയും ജീവിതത്തിൻ്റെയും പ്രതീകമായി അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ കവിതയിൽ കണ്ണാടി സത്യം മാത്രം പറയുന്ന ഒരു സാക്ഷിയായി നിലയുറപ്പിക്കുന്നു. മനുഷ്യൻ്റെ യൗവനം, വാർദ്ധക്യം, ആത്മബോധം, സത്യത്തിന് നേരെയുള്ള മനുഷ്യ മനസ്സിൻ്റെ മുഖം തിരിക്കൽ എല്ലാം ഇതിൽ വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. ഈ കവിതയിലൂടെ നമുക്കിന്ന് നമ്മളെ തന്നെ തിരിച്ചറിയാൻ ശ്രമിക്കാം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ ഇംഗ്ലീഷ് പാഠഭാഗത്തിൻ്റെ ഏറ്റവും അവസാന അധ്യായമായ സിൽവിയ പ്ലാത്ത് എഴുതിയ മിറർ എന്ന മനോഹര കവിതയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്ക് നമ്മുടെ കവയത്രിയെ ഒന്ന് പരിചയപ്പെടാം. About the poet Sylvia Plath. Sylvia Plath was an American poet, novelist and a writer of short stories. സിൽവിയ പ്ലാത്ത് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ കവയത്രിയും നോവലിസ്റ്റും ഒരു ചെറുകഥാകൃത്തുമായിരുന്നു. ഷി വാസ് ബോൺ ഇൻ ബോസ്റ്റൺ, മസാച്യുസെറ്റ്സ്. അവൾ മസാച്യുസെറ്റ്സിലെ ബോസ്റ്റൺ നഗരത്തിലാണ് ജനിച്ചത്. Her most notable contributions are in the genre of confessional poetry. കൺഫെഷണൽ കവിത എന്ന സാഹിത്യശാഖയിലാണ് അവരുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ എല്ലാം ഉള്ളത്. സ്വന്തം അനുഭവങ്ങളും വികാരങ്ങളും തുറന്നു പറയുന്ന കവിതകളാണ് കൺഫെഷണൽ കവിതകൾ എന്ന് പറയുന്നത്. ഷീ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് നോൺ റൈറ്റേഴ്സ് ഓഫ് ദ 20th century. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രശസ്തരായ എഴുത്തുകാരിൽ ഒരാളാണ് സിൽവിയ പ്ലാത്ത്. She published a collection of poems in her lifetime, The Colossus in 1960 and a semi-autobiographical novel, The Bell Jar in 1963. 1960 ദി കൊളോസസ് എന്ന കവിതാ സമാഹാരവും 1963 സെമി ഓട്ടോബയോഗ്രഫിക്കൽ എന്ന് പറഞ്ഞാൽ പാതി ആത്മകഥാ ചായ്വുള്ള ദ ബെൽ ജാർ എന്ന നോവലും പ്രസിദ്ധീകരിക്കപ്പെട്ടു. She won a posthumous Pulitzer Prize for Poetry in 1982 for the collected poems she published in 1981, almost 20 years after her death. അവളുടെ മരണത്തിന് ഏകദേശം 20 വർഷങ്ങൾക്ക് ശേഷം 1981 പ്രസിദ്ധീകരിച്ച ദ കളക്റ്റഡ് പോംസ് എന്ന കവിതാ സമാഹാരത്തിന് 1982 പുലിസ്റ്റർ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചു. പോസ്റ്റമസ് എന്ന് പറഞ്ഞാൽ മരണാനന്തര ബഹുമതിക്കാണ്. I am silver and exact. I have no preconceptions. ഞാൻ വെള്ളി പോലെയും വളരെ കൃത്യതയുമാർന്ന കണ്ണാടിയാണ്. എനിക്ക് മുൻവിധികളൊന്നുമില്ല. പ്രീകൺസെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ മുൻധാരണകൾ അല്ലെങ്കിൽ മുൻവിധികൾ എന്നാണ്. നമ്മൾ പലപ്പോഴും മുൻവിധികളോടെയായിരിക്കും മറ്റു മനുഷ്യരോട് ഇടപെടുന്നത്. അത് ആദ്യമായി പരസ്പരം കണ്ടുമുട്ടുന്നവരാണെങ്കിൽ പോലും. അവൻ അല്ലെങ്കിൽ അവൾ ഇന്ന സ്ഥലത്ത് നിന്നാണ് അല്ലെങ്കിൽ ആ സ്കൂളിലാണ് പഠിക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെയുള്ള ചില മുൻവിധികൾ നമുക്കുണ്ടാവാം. അത് പലപ്പോഴും ശരിയാവണമെന്നുമില്ല. എന്നാൽ കണ്ണാടി ഒരിക്കലും ഒരാളെയും വിധി എഴുതുന്നില്ല. സത്യം എന്താണോ അത് കൃത്യമായി നമുക്ക് കാണിച്ചു തരുന്നു. അതായത് ദ മിറർ ഹാസ് നോ ബയസ്നെസ്. വ്യക്തി താല്പര്യങ്ങൾക്കോ പക്ഷം ചേരലിനോ എന്നിൽ സ്ഥാനമില്ല എന്നാണ് കണ്ണാടി പറയുന്നത്. വാട്ട് എവർ ഐ സീ ഐ സ്വാലോ ഇമ്മീഡിയറ്റ്ലി. ഞാൻ എന്ത് കാണുന്നുവോ അതിനെ അങ്ങനെ തന്നെ ഉൾക്കൊള്ളുന്നു. സ്വാലോ എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക എന്നാണ് നോർമൽ മീനിങ്, പക്ഷേ ഈ കോണ്ടെക്സ്റ്റിൽ ഉൾക്കൊള്ളുക എന്നാണ് അത് അർത്ഥമാക്കുന്നത്. അതായത് ദ മിറർ ഹാസ് നോ ഫിൽറ്റേഴ്സ് ഓർ സ്പെഷ്യൽ എഫക്ട്സ് ടു അപ്ലൈ, ആൻഡ് ലൈക്ക് ഇൻസ്റ്റഗ്രാം വിച്ച് ഓഫൺ ഹൈഡ്സ് റിയാലിറ്റി. നമ്മളൊക്കെ ഇന്ന് നമ്മുടെ ഏറിയ പങ്ക് സമയവും ചെലവഴിക്കുന്നത് ഇൻസ്റ്റഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയയുടെ ലോകത്താണ്. അവിടെ പലപ്പോഴും സത്യം മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. കണ്ണാടി ഒരു കാര്യവും അണുവിട മാറ്റി കാണിക്കില്ല. എന്താണോ തൻ്റെ മുന്നിലേക്ക് എത്തുന്നത് അതിൻ്റെ യഥാർത്ഥ രൂപം അത് പ്രതിഫലിപ്പിക്കുന്നു. ജസ്റ്റ് ആസ് ഇറ്റ് ഈസ്, അൺമിസ്റ്റഡ് ബൈ ലവ് ഓർ ഡിസ്ലൈക്ക്. പ്രത്യേക ഇഷ്ടമോ ഇഷ്ടക്കേടോ കൂടാതെ യാഥാർത്ഥ്യം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞാൻ കാണിക്കുന്നത്.
മനുഷ്യരെ പോലെ വികാരങ്ങൾ കണ്ണാടിക്കില്ല എന്നാണ് അത് അർത്ഥമാക്കുന്നത്. പ്യുവർ ഒബ്ജക്റ്റിവിറ്റിയാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. ഐ എം നോട്ട് ക്രൂവൽ, ഓൺലി ട്രൂത്ത്ഫുൾ. കണ്ണാടി പറയുകയാണ്, ഞാൻ ഒരിക്കലും ക്രൂരനല്ല, പക്ഷേ സത്യസന്ധനാണ്. കണ്ണാടി ചിലപ്പോൾ നമ്മളെ വിഷമിപ്പിച്ചേക്കാം, പക്ഷേ അത് സത്യമാണ് പറയുന്നത്. സത്യം പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, ചിലപ്പോൾ നമ്മൾ വേദനിച്ചെന്നിരിക്കും. ദ ഐ ഓഫ് എ ലിറ്റിൽ ഗോഡ് ഫോർ കോർണേർഡ്. 4 കോണുകളുള്ള ചെറിയ ദൈവത്തിൻ്റെ കണ്ണ് പോലെയാണ് ഞാൻ. അതായത് ദൈവം എല്ലാം കാണുന്നത് പോലെ കണ്ണാടിയും എല്ലാം കാണുന്നു. ദ ട്രൂത്ത് ഈസ് ഗോഡ് ആൻഡ് ദ മിറർ റിഫ്ലെക്ട്സ് ദ ട്രൂത്ത്. മോസ്റ്റ് ഓഫ് ദ ടൈം ഐ മെഡിറ്റേറ്റ് ഓൺ ദ ഓപ്പോസിറ്റ് വാൾ. മിക്കപ്പോഴും ഞാൻ എൻ്റെ മുന്നിലെ ഭിത്തിയെ ധ്യാനിച്ചിരിക്കുകയാണ്. കണ്ണാടി വളരെ ശാന്തനായ അല്ലെങ്കിൽ നിശബ്ദനായ ഒരു സാക്ഷിയാണ്, എ സൈലൻറ്റ് വിറ്റ്നസ്. അതായത് ആളുകൾ കണ്ണാടിക്ക് മുന്നിൽ വന്നു പോകുന്നത് വല്ലപ്പോഴുമൊക്കെ മാത്രമാണ്. ബാക്കിയുള്ള സമയം അത്രയും ആ മിററിൽ പതിയുന്നത് എതിർവശത്തെ ആ ഭിത്തിയാണ്. കണ്ണാടി തുടരുകയാണ്, ഇറ്റ് ഈസ് പിങ്ക് വിത്ത് സ്പെക്കിൾസ്. കണ്ണാടി പറയുകയാണ്, ചെറിയ പുള്ളികളുള്ള ആ ഭിത്തിക്ക് പിങ്ക് നിറമാണ്. കണ്ണാടി ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്നു, പ്രതിഫലിപ്പിക്കുന്നു. കണ്ണാടിയുടെ ശ്രദ്ധയും കൃത്യതയുമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. സ്പെക്കിൾസ് എന്ന് പറഞ്ഞാൽ ചെറിയ പാടുകൾ അല്ലെങ്കിൽ പുള്ളിക്കുത്തുകൾ. I have looked at it so long. I think it is part of my heart. നാളേറെയായി ഞാൻ ആ ഭിത്തിയെ തന്നെ മനസ്സിൽ ധ്യാനിച്ചിരിക്കുന്നത് കൊണ്ട് അത് എൻ്റെ ഹൃദയത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണെന്ന് തോന്നിപ്പോവുകയാണ്. കണ്ണാടിക്ക് ആ ഭിത്തിയോടുള്ള പരിചയവും ബന്ധവും രൂപപ്പെടുകയാണ്. ഈ കണ്ണാടി മനുഷ്യ മനസ്സിൻ്റെ ഒരു നേർപ്രതിഫലനമാണ്. അതായത് നമ്മൾ ഒരേ കാര്യം തന്നെ പല പ്രാവശ്യം ചെയ്യുന്നതിലൂടെ നമ്മൾ അതിലൊരു എക്സ്പേർട്ടായി മാറാറുണ്ട്. അതുമല്ലെങ്കിൽ ഒരേ കാര്യം തന്നെ കാലങ്ങളായി മനസ്സിൽ ധ്യാനിച്ചിരിക്കുന്നതിലൂടെ അതിനെ കൂടുതൽ അടുത്തറിയുന്നതിലൂടെ അത് നമുക്ക് സ്വായത്തമായി മാറാറുണ്ട് പലപ്പോഴും. അല്ലെങ്കിൽ നമ്മൾ അത് തന്നെയായി മാറുന്നു എന്നൊരർത്ഥവും നമുക്ക് ഇതിൽ വായിച്ചെടുക്കാനാവും. ബട്ട് ഇറ്റ് ഫ്ലിക്കേഴ്സ്, ഫേസസ് ആൻഡ് ഡാർക്ക്നെസ് സെപ്പറേറ്റ് അസ് ഓവർ ആൻഡ് ഓവർ. ഫ്ലിക്കേഴ്സ് എന്ന് പറഞ്ഞാൽ മിന്നി മറയുന്ന എന്നാണ് അർത്ഥം. പക്ഷേ മുഖങ്ങളും ഇരുട്ടും ഞങ്ങളുടെ ബന്ധത്തെ പലപ്പോഴും മുറിച്ചു കളയാറുണ്ട്. ജീവിതത്തിലെ പല മാറ്റങ്ങളും നമ്മുടെ ശാന്തതയെ തകർക്കാറുണ്ട് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ജീവിതത്തിൻ്റെ അസ്ഥിരതയാണ് ഈ വരികളിൽ പ്രതിഫലിക്കുന്നത്. ജീവിതം എന്നും ഒരേ താളത്തിൽ മുന്നേറുകയില്ല, അതിന് ഇടയിൽ പല താളപ്പിഴകളും കടന്നു വരും എന്നാണ് സൂചന. അതാണ് ഫേസസ് ആൻഡ് ഡാർക്ക്നെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ കവിതയുടെ 2ാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. നൗ ഐ ആം എ ലേക്ക്. ഇപ്പോൾ ഞാനൊരു തടാകമാണ്. ഹിയർ ഓൺവേർഡ്സ് ദ റിഫ്ലക്ഷൻ ബിക്കംസ് ഡീപ്പർ. തടാകം എന്ന് പറഞ്ഞാൽ വളരെ ആഴമുള്ള ഒന്നാണ്. മനുഷ്യ മനസ്സിൻ്റെ ആഴമുള്ള ആത്മപരിശോധനയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് കണ്ണാടിയെ തടാകമെന്ന ഇമേജറിയാക്കി ഇവിടെ മാറ്റിയിരിക്കുന്നത്. എ വുമൻ ബെൻസ് ഓവർ മീ സെർച്ചിങ് മൈ റീച്ചസ് ഫോർ വാട്ട് ഷീ റിയലി ഈസ്. ഒരു സ്ത്രീ എനിക്ക് മുകളിലേക്ക് ചരിഞ്ഞു വരുന്നു. അവൾ യഥാർത്ഥത്തിൽ എന്താണെന്നും ആരാണെന്നും എൻ്റെ ആഴങ്ങളിൽ അവൾ അന്വേഷിക്കുകയാണ്. ഇത് ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസാണ്. നാം ആരാണെന്നും നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണെന്നും കണ്ടെത്താനുള്ള മനുഷ്യ മനസ്സിൻ്റെ ഒരു പരിശ്രമമാണ്. ഇവിടെ ആ സ്ത്രീ തൻ്റെ സ്വത്വവും സത്യവും ആ തടാകത്തിൻ്റെ ആഴങ്ങളിൽ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. Then she turns to those liars, the candles or the moon. അവൾ പിന്നെ മെഴുകുതിരിയിലേക്കോ ആ ചന്ദ്രനിലേക്കോ തിരിയുന്നു. തടാകം പറയുകയാണ്, they are liars, അവർ കള്ളന്മാരാണ്. Here the poet presents the conflict between false comfort and the harsh truth. പലപ്പോഴും സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ അത് അംഗീകരിക്കാനുള്ള മനുഷ്യ മനസ്സിൻ്റെ വിമുഖതയാണ് ഇവിടെ വെളിവാകുന്നത്. അതുകൊണ്ടാണ് ആ തടാകം പറയുന്നത്, ഷീ ടേൺസ് ടു ദോസ് ലയേഴ്സ്. ആരാണ് ലയേഴ്സ്? ദ കാൻഡിൽസ് ആൻഡ് ദ മൂൺ. എന്തുകൊണ്ടാണ് അവർ കള്ളന്മാരാണെന്ന് തടാകം പറയുന്നത്? കാരണം അവർ സത്യത്തെ മറച്ചു പിടിക്കുന്നു. അവരുടെ മൃദുവായ വെളിച്ചം ആളുകൾക്ക് ഒരു ഫോൾസ് കംഫർട്ട് കൊടുക്കുന്നുണ്ട്. അവർ ആ മങ്ങിയ വെളിച്ചത്തിൽ വളരെ കംഫർട്ടബിളാണ്. യഥാർത്ഥ വെളിച്ചത്തിലേക്ക് വരാൻ അവൾ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ആ ഹാർഷ് റിയാലിറ്റിയെ ഉൾക്കൊള്ളാൻ അവളുടെ മനസ്സ് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഐ സീ ഹർ ബാക്ക് ആൻഡ് റിഫ്ലക്റ്റഡ് ഫെയ്ത്ത്ഫുള്ളി. അവൾ എനിക്കെതിരെ മുഖം തിരിഞ്ഞു നടന്നിട്ടും ഞാൻ സത്യത്തെ മാത്രം പ്രതിഫലിപ്പിക്കുന്നു. അതാണ് കണ്ണാടി നേരത്തെ പറഞ്ഞത്, ഞാൻ ഒട്ടും ക്രൂരനല്ല, പക്ഷേ സത്യസന്ധനാണ് എന്ന്. ഷീ റിവാർഡ്സ് മീ വിത്ത് ടിയേഴ്സ് ആൻഡ് ദ അജിറ്റേഷൻ ഓഫ് ഹാൻഡ്സ്. എൻ്റെ സത്യസന്ധതയ്ക്ക് എനിക്ക് കിട്ടുന്ന പ്രതിഫലമോ കണ്ണുനീരും നിന്ദയുമാണ് എന്നാണ് തടാകം പറയുന്നത്.
ഫിയർ ഓഫ് ഏജിങ് ആണ് ഇവിടെ അർത്ഥമാക്കുന്നത്. തൻ്റെ യൗവന കാലഘട്ടം കഴിഞ്ഞുപോയെന്ന് തടാകത്തിൽ തൻ്റെ പ്രതിബിംബം കണ്ട് മനസ്സിലാക്കിയ അവൾ ശാന്തമായി കിടന്നിരുന്ന ആ തടാകത്തിലെ ജലം ഒരുപക്ഷെ തൻ്റെ കൈകൾ കൊണ്ട് തട്ടിത്തെറിപ്പിച്ചുണ്ടാകണം. അതാണ് അജിറ്റേഷൻ ഓഫ് ഹാൻഡ്സ് എന്ന് പോയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഐ എം ഇമ്പോർട്ടൻറ്റ് ടു ഹർ, ഷീ കംസ് ആൻഡ് ഗോസ്. തടാകം വീണ്ടും പറയുകയാണ്, അവളെ സംബന്ധിച്ച് അവളുടെ ജീവിതത്തിൽ എനിക്ക് വളരെ പ്രാധാന്യമുണ്ട്. അവൾ വീണ്ടും വീണ്ടും വരുകയും പോവുകയും ചെയ്യുന്നുണ്ട്. മനുഷ്യൻ്റെ സെൽഫ് ഒബ്സഷനാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്. അതായത് എത്രയൊക്കെ സത്യത്തിനെതിരെ പുറംതിരിഞ്ഞു നിന്നാലും ഒരിക്കലത് അംഗീകരിച്ചേ മതിയാകൂ എന്നൊരു അർത്ഥവും ഈ വരികൾക്കുണ്ട്. അതുകൊണ്ടാണ് അവൾ വീണ്ടും വീണ്ടും എന്നിലേക്ക് വരുന്നത്. ഈച്ച് മോർണിംഗ് ഇറ്റ് ഈസ് ഹർ ഫേസ് ദാറ്റ് റീപ്ലേസസ് ദ ഡാർക്ക്നെസ്. ഓരോ പ്രഭാതത്തിലും അവളുടെ മുഖമാണ് എനിക്ക് മുന്നിലെ ഇരുട്ടിൻ്റെ മറ നീക്കുന്നത്. അതായത് എല്ലാ ദിവസവും അവൾ എന്നിലേക്ക് വന്ന് സ്വയം പരിശോധിക്കുന്നു. യാഥാർത്ഥ്യവുമായുള്ള ഏറ്റുമുട്ടലാണ് ഇവിടെ നടക്കുന്നത്. എ ഡെയിലി കൺഫ്രണ്ടേഷൻ വിത്ത് റിയാലിറ്റി. ഇൻ മീ ഷീ ഹാസ് ഡ്രൗൺഡ് എ യങ് ഗേൾ. എന്നിൽ അവളിലെ സുന്ദരിയായ ആ ചെറുപ്പക്കാരിയെ മുക്കി താഴ്ത്തിയിരിക്കുന്നു. അതായത് അവൾ തൻ്റെ യൗവന കാലഘട്ടം പിന്നിട്ട് വാർദ്ധക്യത്തിലേക്ക് കടന്നിരിക്കുന്നുവെന്ന്. ആൻഡ് ഇൻ മീ ആൻ ഓൾഡ് വുമൻ റൈസസ് ടുവേർഡ്സ് ഹർ ഡേ ആഫ്റ്റർ ഡേ ലൈക്ക് എ ടെറിബിൾ ഫിഷ്. ഓരോ ദിവസവും പിന്നിടുന്തോറും എന്നിൽ നിന്ന് ഒരു വയോധിക അവളിലേക്ക് ഉയർന്നു വരുന്നു, ഭയാനകമായ ഒരു മത്സ്യത്തെ പോലെ. ഈ കവിത നമ്മോട് പറയുന്നത് മനുഷ്യന് തൻ്റെ യഥാർത്ഥ സ്വഭാവവും വാർദ്ധക്യവും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ വാർദ്ധക്യം എന്ന ആ സത്യത്തിന് നേരെ പുറംതിരിഞ്ഞു നിൽക്കാൻ ആർക്കും കഴിയില്ല എന്നാണ്. So that's all for now. I'll be back with another video soon. Thank you.